റമളാൻ എന്ന് പറയുന്ന പദത്തിന്റെ ഒരർത്ഥം തന്നെ കടുത്ത ചൂട് എന്നാണ്. റമളാൻ എന്ന പദത്തിന്റെ ഒരർത്ഥം തന്നെ കടുത്ത ചൂട് എന്നാണ്. സഹിക്കാനാവാത്ത ചൂട് സഹിച്ച് പ്രിയപ്പെട്ടവരെ വിശന്നൊട്ടിയ വയറുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 300 ചില്ലാൻ ആളുകളുമായി ബദറിന്റെ രണാങ്കണത്തിൽ വന്നു നിന്ന് മുട്ടുകാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത്, അവിടെ മറ്റു സഹാബികളുടെ കൂട്ടായ്മയില്ല, കുറച്ചപ്പുറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകാൽ നിലത്ത് കുത്തിവെച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുകയാണ്, മനസ്സുരുകി പറയുകയാണ്, അല്ലാഹ് വാഗ്ദാനം ചെയ്ത വിജയമാണ് ബദറില്. അബൂജഹൽ ഇവിടെ മരിച്ചു കിടക്കും, ഉത്ബത്ത് ഇവിടെ മരിച്ചു കിടക്കും, ഷൈബ ഇവിടെ മരിച്ചു കിടക്കും, ഉത്ബയുടെ മകൻ ഇവിടെ മരിച്ചു കിടക്കും. ഒരു വടി കൊണ്ട് ആ ബദറിന്റെ രണാങ്കണത്തിൽ വൃത്തം വരച്ച് അടയാളം വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത യുദ്ധാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയായിരിക്കും ഉത്ബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഷൈബ മരിച്ചു കിടക്കുക, ഇവിടെയാണ് ഉത്ബയുടെ മകൻ മരിച്ചു കിടക്കുക, ഇവിടെയാണ് അബൂജഹൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ച യുദ്ധ. അത്ര വലിയ വാഗ്ദാനം അല്ലാഹു തആല നൽകിയ യുദ്ധമാണ് ഏത്? ബദർ. എന്നിട്ടും അവർ പ്രയാസപ്പെട്ടു. എന്നാ പിന്നെ അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ട് വിജയം എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറിയിരുന്നില്ല. അവർ ത്യാഗോജലമായ പ്രവർത്തനത്തിൽ നിരന്തരമായി ഏർപ്പെട്ടു. രാത്രി ഉറങ്ങാതെ പ്രാർത്ഥനയിൽ മുഴുകി, സുജൂദിലും റുകൂഇലും, അതെ, നിന്നും ഇരുന്നും കിടന്നും അവർ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ, ലൻ തുഅബദ ഫിൽ അർളി അബദ, പടച്ചവനെ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഭൂമിയിൽ ഉണ്ടാവില്ല നാഥ. പറഞ്ഞില്ലേ, റബ്ബേ, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു കൊച്ചു ടീമാണ് റബ്ബേ, നിനക്കറിയുമല്ലോ. ആ ടീമായ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ് റബ്ബേ. പടക്കോപ്പുകളും എല്ലാ സന്നാഹങ്ങളുമായി വന്ന ഈ ബദറിൽ ഞങ്ങളെ അറുത്തു മാറ്റാൻ പാട്ടുപാടി നർത്തകിമാരെ കൊണ്ടുവന്ന് വിജയത്തിന്റെ ആഹ്ലാദം പൊടിപിടിപ്പിക്കാൻ മദ്യക്കുപ്പികളുമായി കാത്തു നിൽക്കുന്ന, മദ്യം വിളമ്പാൻ സ്ത്രീകൾ തയ്യാറായി നിൽക്കുന്ന, നൃത്തമാടാൻ, സംഗീത കച്ചേരി നടത്താൻ റെഡിയായി നിൽക്കുന്ന ഒരു ടീം അപ്പുറത്ത് നിൽക്കുമ്പോ, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ, ലൻ തുഅബദ ഫിൽ അർളി അബദ, നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളെ നീ നശിപ്പിച്ചു കളയല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, കഫാക്, ഓ നബിയെ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ, നിർത്തു നബിയെ, കരയല്ലേ നബിയെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇത് ഇവിടെ നടക്കുമ്പോ, ഇതിന്റെ മുന്നോടിയായി യുദ്ധത്തിന് മക്കയിൽ നിന്ന് പുറപ്പെടാൻ കച്ചവട സംഘം തിരിച്ചുപോയി. അബൂ സുഫിയാൻ അബൂജഹലിനോട് പറഞ്ഞു, വേണ്ട, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറയില്ലല്ലോ, മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കൂട്ടാളികളോട്, അനുയായികളോട് വേണ്ട യുദ്ധം, വേണ്ട, തിരിച്ചു പോന്നോളൂ, യുദ്ധം ചെയ്യണ്ട. അബൂജഹൽ പറഞ്ഞു, ഇല്ല, ഒഴിഞ്ഞു മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾ ആരെക്കുറിച്ചാണോ പേരെടുത്തു പറഞ്ഞത് അവരുടെ തലയുമായിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരിക. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആഹ്ലാദിക്കുന്ന, ആർമാദിക്കുന്ന ദിവസമാണ് എന്ന് തിരിച്ചങ്ങോട്ട് അബൂജഹൽ മറുപടി കൊടുക്കുകയാണ്. ശരി, ഞാൻ ഇത് പറഞ്ഞെന്തിനാണെന്നറിയോ? അതേസമയം കഅബാലയ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ ഒന്നാമത്തെ ഭവനമാകുന്ന ഭൂമധ്യരേഖയിൽ, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ശാസ്ത്രലോകം, അല്ലെങ്കിൽ ആ ഭൂമി രേഖയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പഠിച്ച വിദഗ്ധന്മാർ പറയുന്ന കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ പറയുന്ന വാചകമുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ. ബദറിൽ മുട്ടുകുത്തി നിന്ന് നബി പറയുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക് ആദിഹിൽ ഇസാബ, ഈ ടീമിനെ നശിപ്പിച്ചു കളഞ്ഞാൽ. അതേസമയം അബൂജഹൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പറയാ, അല്ലാഹുമ്മ, അല്ലാഹുവേ,
ഉൻസുർ, നീ സഹായിക്കണേ റബ്ബേ, അല്ലാഹുവേ നീ സഹായിക്കണേ റബ്ബേ, അഹദൽ ജുൻദൈൻ, രണ്ടു ടീമുകളിൽ ഒന്നിനെ നീ സഹായിക്കണേ അല്ലാ. അബൂജഹൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹ്നോട്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ ദുആ ചെയ്യുന്നത്? അല്ലാഹ്നോട്. പിന്നെന്തിനാ യുദ്ധം? പിന്നെ എങ്ങനെയാണ് ബദർ തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാകുന്നത്? എങ്ങനെ? അവിടെയാണ് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്ന തൗഹീദ് വ്യതിരക്തമാകുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ജീവനാകുന്ന കാതലാകുന്ന തൗഹീദ് വ്യതിരക്തമാകുന്നത്. ആ തൗഹീദ് സന്ദർഭത്തിനനുസരിച്ച് മാറുന്നതല്ല, സമയത്തിനനുസരിച്ച് മാറുന്നതല്ല, കാലത്തിനനുസരിച്ച് മാറുന്നതല്ല. അതാണ് പ്രിയപ്പെട്ടവരെ അമാനി മൗലവി പറഞ്ഞ തൗഹീദ് നമ്മൾ ഇന്നും പറയുന്നത്. അമാനി മൗലവി മറ്റുള്ള തഫ്സീറുകൾ പരിശോധിച്ച് പറഞ്ഞ തൗഹീദ് നമ്മൾ ഇന്നും പറയുന്നത്. കേരളക്കരയിൽ ഉമർ മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ പ്രബോധനം നമ്മൾ ഇന്നും നിർവഹിക്കുന്നത്. KM മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ ദഅവത്ത് നമ്മൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സലാം മൗലവി നടത്തിയ ഉജ്ജ്വലമായ തൗഹീദിന്റെ ദഅവത്ത് നമ്മൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെയ്ദ് മൗലവി രണ്ടത്താണി അള്ളാഹുവിന്റെ വഹദാനിയത്ത് പ്രസംഗിക്കുന്ന വേദിയിലേക്ക് കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾ ഒന്ന് മുഖത്തടിച്ച് പല്ല് താഴെ വീണപ്പോ സെയ്ദ് മൗലവി രണ്ടത്താണിയോട് മന്ത്രിസഭയിലെ ഒരു വ്യക്തിത്വം പറഞ്ഞു, നിങ്ങൾ എനിക്കറിയാം, ആരാ നിങ്ങൾ ആക്രമിച്ചത്? പറയൂ. നിങ്ങൾ അക്രമത്തിന് വിധേയരായിരിക്കുന്നു. നിങ്ങളെ ആക്രമിച്ചവരെ ശിക്ഷിക്കാം, ഞാൻ പോലീസിന് വിവരം കൊടുക്കാം, റിപ്പോർട്ട് കൊടുക്കാം, പറയൂ ആരാണ്? സെയ്ദ് മൗലവി രണ്ടത്താണി കണ്ണീരോടുകൂടി ഏറുകിട്ടിയതിന്റെ വേദനയിൽ കരഞ്ഞതല്ല, അല്ല ആക്രമിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞതല്ല, തൗഹീദിന്റെ ആ പ്രഭാഷണം പൂർത്തീകരിക്കാനാവാതെ പോയല്ലോ എന്ന വേദനയുടെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് സെയ്ദ് മൗലവി രണ്ടത്താണി ആ മന്ത്രിസഭയിലെ വ്യക്തിത്വത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്തു തന്നാൽ മതി, ഒരേ ഒരു ഉപകാരം. എന്തെന്നറിയുമോ? എന്നെ ആക്രമിച്ചവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, എന്നെ ആക്രമിച്ചവരെ പോലീസിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, സാരമില്ല, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. എന്റെ നേതാവായ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിന്റെ മണ്ണിലേക്ക് അഭയം കിട്ടുമെന്ന് വിചാരിച്ച് ഓടിച്ചെന്നപ്പോ കുട്ടികൾ കയറുകൊണ്ടും കല്ലുകൊണ്ടും വള്ളികൊണ്ടും കയറുകൊണ്ടും വടികൊണ്ടും എറിഞ്ഞ് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് ഒരു മലഞ്ചെരിവിന്റെ തായ്വരയിൽ ഞാൻ വന്നിരിക്കുമ്പോ മലക്ക്, പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്നിട്ട് ഈ രണ്ട് മലയിടുക്കുകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് തായിഫിലെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് അനുവാദമുണ്ട്, നിങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത് അള്ളാഹുവിനോട്, അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അള്ളാഹുവേ എന്റെ ഈ ഖൗമ് വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ജാഹിലിയത്തിൽ ജീവിക്കുന്നവരാണ്, പുറത്തു കൊടുക്കണേ അല്ലാ, അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ, അവരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചതാണ് എന്റെ പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക. അതുകൊണ്ട് ആ മന്ത്രിസഭയിലെ വ്യക്തിത്വത്തോട് സെയ്ദ് മൗലവി രണ്ടത്താണി പറഞ്ഞു, എന്റെ നേതാവ് ക്ഷമിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്, ഞാൻ ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, അവർക്ക് മാപ്പ് കൊടുക്കുന്നു. പക്ഷേ ഒരു ഉപകാരം നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഇതേ സ്ഥലത്ത്, ഇതേ സ്റ്റേജിൽ ഒരു 3 ദിവസം അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറയാൻ, തൗഹീദ് വെട്ടിത്തുറന്ന് പറയാൻ, ഖുർആൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ പറയാൻ, ഹദീസിൽ എങ്ങനെ വന്നു അങ്ങനെ പറയാൻ നിങ്ങൾ എനിക്ക് പെർമിഷൻ വാങ്ങി തരണം, വേണമെങ്കിൽ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കി തരണം, പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോ റെഡി, നിങ്ങൾ 3 ദിവസം തൗഹീദ് പറഞ്ഞോളൂ, അതിനു വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഞാൻ ഏർപ്പാട് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ കണ്ണുനീർ പൊടിച്ച സെയ്ദ് മൗലവി രണ്ടത്താണി ചിരിച്ചുകൊണ്ട് അത് മതി എന്ന് അദ്ദേഹത്തോട് പ്രത്യുത്തരം പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുവെങ്കിൽ ആ തൗഹീദാണ് ഇസ്ലാമിന്റെ ജീവൻ.